അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർത്താൽ മതി, ഞങ്ങൾ CPIMൻ്റെ ഒരു സെമിനാർ ഒരു ഘട്ടത്തിൽ കണ്ണൂർ നടത്തുകയുണ്ടായല്ലോ, പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ട്. അതിൻ്റെ ഭാഗമായി ആ സെമിനാറിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്നു. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് KV തോമസും അതിൽ പങ്കെടുത്തു. KV തോമസ് അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ. ആ ഒറ്റ കാരണത്താലല്ലേ അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുത്തത്. ഒരു സെമിനാറിൽ പങ്കെടുത്ത് തൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്നതിൻ്റെ മേലെ മറ്റൊരു പാർട്ടി വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് നടപടിയെടുത്തതാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്വീകരിക്കുന്ന നിലപാട് അവർ കാണുന്നേ ഇല്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല. ആ തെളിവും കയ്യിൽ വെച്ച് നിൽക്ക്. ഞാൻ പറഞ്ഞു അവരെ പറ്റി. ജമാഅത്തെ ഇസ്ലാമിയിൽ സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ സംസാരിച്ചത് എന്താണെന്ന് പറഞ്ഞില്ലേ? അതല്ലേ വസ്തുത. നിങ്ങളതിൽ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരതുകയല്ലേ ഓരോന്ന്. അങ്ങനെ പരതി ഏതെങ്കിലും തെളിവ് കിട്ടുമോ നോക്കുകയല്ലേ. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ്. ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും. ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഏറിയ കൂറുള്ള മതവിശ്വാസികൾ, സെക്യുലറായിട്ടുള്ള മതവിശ്വാസികൾ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത്. അതും കാണണം.